ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മുഖവും ശരീരവും നിറം വയ്ക്കാനായിട്ടും സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ കവൾ ഒട്ടിയവർക്ക് അത് തുടിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സ്കിൻ വൈറ്റനിങ് ഡ്രിങ്കാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഫുൾ ബോഡി വൈറ്റനിങ് ഡ്രിങ്കാണ്. ഈ ഒരു ഡ്രിങ്ക് കഴിക്കുന്നത് വഴി നമ്മുടെ കാഴ്ചശക്തി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാം. അപ്പോൾ കഴിക്കുന്നതിൽ വെയിറ്റ് കുറയ്ക്കണമെന്നുള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് വേണം ഇതുണ്ടാക്കി കുടിക്കാനായിട്ട്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ആപ്പിളാണ്. ആപ്പിൾ കഴിക്കുന്നത് ഡോക്ടറെ അകറ്റുമെന്ന് മാത്രമല്ല, റെഗുലറായിട്ട് കഴിക്കുന്നത് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ കൂടി സഹായിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ കാഴ്ചശക്തി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ സ്ട്രോങ്ങർ ആക്കാനായിട്ടും ഒക്കെ സഹായിക്കും. ആപ്പിൾ നമ്മൾ നന്നായിട്ട് കഴുകി, ഞാനിവിടെ തൊലി ചെത്തിയിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. തൊലിയോടുകൂടി എടുക്കുന്നവർ നന്നായിട്ട് കുറച്ച് സമയം ഉപ്പിട്ട വെള്ളത്തിൽ മുക്കി വെച്ച് നന്നായിട്ട് കഴുകി വേണം എടുക്കാൻ. പിന്നെ നമുക്ക് അടുത്തായിട്ട് ഇവിടെ വേണ്ടത് ഒരു 8 ബദാമാണ്. ഇത് തലേദിവസം ഞാനിവിടെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇത് നമുക്ക് തൊലിയോടുകൂടി തന്നെ എടുക്കാം കേട്ടോ. ബദാമിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും അതുപോലെ ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ബദാം നമ്മൾ കഴിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ 2 ഡേറ്റ്സാണ് എടുത്തിരിക്കുന്നത്. വെയിറ്റ് കൂട്ടണം എന്ന ആഗ്രഹമുള്ളവർക്ക് 2ൽ കൂടുതൽ ഡേറ്റ്സ് എടുക്കാം. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഡേറ്റ്സിൻ്റെ അളവ് കുറച്ച് വേണം ചേർക്കാനായിട്ട്. വെയിറ്റ് കൂട്ടാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു പ്രശ്നമാണ് ദഹനമൊന്നും ശരിയായി നടക്കാത്തൊരവസ്ഥ, വിശപ്പില്ലായ്മ. ഇത്തരം പ്രശ്നങ്ങളൊക്കെ അകറ്റി ദഹനമെല്ലാം പ്രോപ്പറായിട്ട് നടക്കാനായിട്ടൊക്കെ സഹായിക്കും ഡേറ്റ്സ് നമ്മൾ കഴിക്കുന്നത് വഴി. അതുപോലെ അൾഷിമേഴ്സ് പോലുള്ള പ്രശ്നങ്ങൾ തടയാനായിട്ടും ക്യാൻസർ പോലുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും ഒക്കെ ഡേറ്റ്സ് ഗുണം ചെയ്യുന്നുണ്ട്. ഡേറ്റ്സ് ഞാൻ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇവിടെ കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, അതൊന്ന് മയപ്പെടാനായിട്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് 1 ഗ്ലാസ് പാലാണ് വേണ്ടത്. വണ്ണം കുറയ്ക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പാട മാറ്റിയ പാല് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. വണ്ണം കൂട്ടാനായിട്ടാണെങ്കിൽ നമ്മൾ സാധാരണ നല്ല ഉഗ്രൻ പശുവിൻ പാല് നമുക്ക് പശു വളർത്തുന്ന വീടുകളിൽ നിന്ന് കിട്ടുമെങ്കിൽ അത് തന്നെ വാങ്ങിയെടുക്കുക. അപ്പോൾ നമുക്ക് 100% നമുക്ക് ശുദ്ധമായത് തന്നെ ആയിരിക്കും. ഞാനിത് തിളപ്പിച്ച് ആറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ബദാം ഇട്ട് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നു, നമ്മുടെ ആപ്പിൾ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1/2 ഗ്ലാസ് പാല് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് ശേഷം അടിച്ചുകൊണ്ട് വന്നതിന് ശേഷം നമ്മൾ ബാക്കി പാൽ കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ കവളൊക്കെ ഒന്ന് തുടുക്കാനായിട്ട് ഒരു 7 ദിവസം കഴിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. പിന്നെ കവളൊക്കെ നന്നായിട്ട് തുടുത്തു വരാനായിട്ട് നമ്മൾ ഫേസിലൊക്കെ നന്നായിട്ടൊന്ന് ഓയിൽ മസാജ് ചെയ്യുക. അതിനുശേഷം വായിൽ കുറച്ച് വെള്ളം കൊണ്ടിട്ട് നമ്മളിങ്ങനെ കവളുകളിങ്ങനെ വീർപ്പിച്ച് പിടിക്കില്ല, അതേപോലെ നമ്മളൊരു കുറച്ച് സമയം, നമുക്ക് എത്ര സമയം പിടിക്കാൻ പറ്റുമോ അത്ര സമയം ഡെയിലി 2 പ്രാവശ്യം ചെയ്യുക. രാവിലെയും വൈകുന്നേരവും അതേപോലെ ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എപ്പോഴാണ് കഴിക്കേണ്ടത് എന്ന് നോക്കാം. ഇത് കഴിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇടനേരത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കഴിച്ച് ഉടനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശപ്പുണ്ടാകില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇടനേരത്ത് കഴിക്കുക. ഇല്ലെങ്കിൽ വൈകുന്നേരത്താണ് സമയം കിട്ടുന്നതെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കി കുടിക്കുക. ഒരു 4 മണിക്കൊക്കെ ചായക്കൊക്കെ പകരമായിട്ട് ഇതുപോലുള്ള ഡ്രിങ്ക് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കാനായിട്ട് മറക്കരുത്.